الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ജീവിക്കുന്ന ഓരോ ചുറ്റുപാടിലും സൂക്ഷ്മത പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലുള്ള നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം ഹൃദ്യമായ അനുഭവങ്ങളായിരിക്കും സമ്മാനിക്കുക എന്നതാണ് വസ്തുത. പലപ്പോഴും മുഅ്മിനീങ്ങൾക്കിടയിൽ തന്നെ അല്ലാഹുവിൽ നല്ല വിശ്വാസമുള്ളവർ, ഇസ്ലാമിൻ്റെ ജീവിതക്രമങ്ങളൊക്കെ പാലിക്കുന്നവർ, ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും അനുഷ്ഠിക്കുമ്പോൾ, ഇബാദത്തുകളാവട്ടെ, ഇസ്ലാമിൻ്റെ നിയമങ്ങളാവട്ടെ, ഇസ്ലാം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് കേൾക്കുമ്പോഴാവട്ടെ, അതൊക്കെ ഒരു തരത്തിലുള്ള ഭാരമായി അനുഭവപ്പെടുന്നവരുണ്ട്. ദീനിൻ്റെ കർമ്മങ്ങളൊക്കെ വളരെ ലളിതമായാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് ലളിതവും ഭാരവുമില്ലാതെ നമുക്ക് ആസ്വാദികരമായി അനുഭവപ്പെടണമെങ്കിൽ അത് വളരെ താല്പര്യത്തോടും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയുമാകുമ്പോഴാണ്. ആർക്കോ വേണ്ടി ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പലതും ഒരു ഭാരമാണ് എന്ന് നമുക്ക് തോന്നുക. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് ചില ഇബാദത്തുകൾ വലിയ ഭാരം തോന്നുമെന്ന് പറഞ്ഞു. മഗ്രിബിന് അവർ വളരെ സജീവമാവും, അതേസമയം ഇശാ നമസ്കാരത്തിന് അതവർക്കൊരു ഭാരമാവും. അസറിന് ചിലപ്പോൾ അവർ സജീവമാവും, സുബ്ഹി നമസ്കാരത്തിന് അവർക്ക് ഒരു ഭാരമാവും.
അതൊരു ഇടങ്ങേറ് പിടിച്ച പണിയായിട്ട് അവർക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ്? റസൂൽ പറഞ്ഞു, അവർക്ക് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ശരിക്കും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടും ഇഷ്ടപ്പെട്ടും മനസ്സിൽ ബോധ്യപ്പെട്ടും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നാണ്. നമ്മൾക്കും ചില കർമ്മങ്ങൾ, ചില രംഗങ്ങളിൽ ഇസ്ലാമിന്റെ ചിട്ട ഇതാണ്, ഖുർആൻ ഇതാണ് പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം ഇതാണ് എന്ന നിലക്ക് പറയുമ്പോൾ നമുക്കതൊരു ഭാരമായി തോന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചെറിയൊരു കൽപ്പനയാണ് നമ്മൾ അണിയുന്ന വസ്ത്രം പുരുഷന്മാർ പ്രത്യേകിച്ചും നെരിയാണിക്ക് താഴെ വലിച്ചിഴച്ച് നടക്കാതിരിക്കുക എന്നത് വളരെ ലളിതമായ ഏറ്റവും ചെറിയ ഒരു കൽപ്പനയാണ്. പള്ളിയിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് പാലിക്കും, അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ആളുകൾക്കിടയിലേക്ക് പോകുമ്പോൾ നമുക്ക് അതൊരു മടക്കി വെക്കുന്നതോ കയറ്റി വെക്കുന്നതോ ഒക്കെ ഒരു ഭാരമായി തോന്നുന്നു, ഒരു കുറവായി ഫീൽ ചെയ്യും. അള്ളാഹുവിന്റെ ലളിതമായ ഏറ്റവും ചെറിയൊരു കൽപ്പനയോടുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ വേറെ രീതിയിൽ ദുസ്സഹമായി മാറുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നതാണ്. അതേസമയം അതാണ് അള്ളാഹുവിന് ഇഷ്ടം, എന്റെ റസൂലിന് ഇഷ്ടം. പരലോകത്തേക്ക് എനിക്ക് ഗുണം, എന്റെ വസ്ത്രത്തെ ഈട് നിൽക്കുന്നതിന് പോലും അതാണ് നല്ലത് എന്ന് ചിന്തിച്ച് അതിന്റെ ഹൈർ ഉൾക്കൊണ്ട് അതൊരു മധുരമായി അനുഭവിക്കുന്നവരുണ്ട്, അതിന്റെ സുഖം അനുഭവിക്കുന്നവർ. പുറമുള്ളവർക്ക് ചിലപ്പോൾ അരോചകമായി തോന്നുന്നുണ്ടാവും, പക്ഷേ അതിന്റെ മധുരം അത് ശീലിക്കുന്നവർക്ക്, ചെയ്യുന്നവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളോ കർമ്മങ്ങളോ ഒക്കെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാനാകണം. അതൊരു പണിയാണ്, ഒരു മെനക്കെടാണ്, ഒരു അധ്വാനമാണ്, ഒരു കഷ്ടപ്പാടാണ് എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മനസ്സിന് ഒരു പോഷണം ലഭിക്കാനുള്ള ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ കൊണ്ടുണ്ടാകേണ്ടത്. നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ഒരു പോഷണം കിട്ടുമല്ലോ, ഒരു എനർജി കിട്ടും. അതുപോലെ നമ്മുടെ ഈമാൻ അത് നമുക്കൊരു മധുരമായി നമ്മുടെ മനസ്സിന് ഒരു കുളിർമയൊക്കെ അനുഭവിക്കാൻ കഴിയണം. ഈമാൻ ലഭിക്കാതെ, അത് ആസ്വദിക്കാൻ കഴിയാതെ, അതിന്റെ മധുരം നുണയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. രോഗം ബാധിച്ച ഒരാൾക്ക് അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ചിലപ്പോ അല്ല രുചികരമായ ഭക്ഷണമാണെങ്കിൽ പോലും അയാൾക്ക് രുചി ആസ്വദിക്കാൻ കഴിയാതെ പോകും. നല്ലൊരു പനി ബാധിച്ചാൽ വായക്ക് ചിലപ്പോൾ നല്ല രുചികരമായ ഭക്ഷണമാണ് കഴിക്കണമെങ്കിലും നമുക്കതിന്റെ രുചി അനുഭവപ്പെടില്ല, നമുക്ക് കയ്പാണ് അനുഭവപ്പെടും, അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയാതെ പോകും. അതുപോലെയാണ് ഈമാൻ ശരിക്ക് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ അമലുകളും. ഈമാൻ സ്വാധീനിക്കാതെ നമസ്കരിച്ചാൽ അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു അധ്വാനമായി തോന്നും, ഒരു മധുരമായി രുചി അനുഭവിക്കാൻ കഴിയും. ഈമാൻ ശരിക്കും ഉൾക്കൊള്ളാതെ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അയാൾക്ക് ആ നോമ്പിന്റെ ഒരു ആസ്വാദനം കിട്ടാതെ പോകും. ദീനിന്റെ കർമ്മങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഹൃദയം മോശമായാൽ, അതിന് രോഗം ബാധിച്ചാൽ, അത് വൃത്തികേടായാൽ നമുക്കതിന്റെ മധുരം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാക തഅമൽ ഈമാൻ, ഈമാനിന്റെ താല്പര്യങ്ങൾ രുചികരമായി അനുഭവപ്പെടുന്നത് ആർക്കാണ്? മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവർക്ക്, വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി പൂർണ്ണമായി തൃപ്തിപ്പെട്ടവർക്ക്, വബി മുഹമ്മദിൻ നബിയ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി തൃപ്തിപ്പെട്ടവർക്ക് അവർക്ക് ഈമാനിന്റെ മധുരം കിട്ടുമെന്നാണ്. അപ്പൊ ഈ അള്ളാഹിനോടുള്ള നമ്മുടെ ബന്ധം, ദീനിനോടുള്ള നമ്മുടെ ബന്ധം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബന്ധം അതെത്രത്തോളം ശക്തമാണോ അതിനനുസരിച്ച് നമുക്ക് ഈമാനിന്റെ സുഖം അനുഭവിക്കാൻ കഴിയും എന്നതാണ്. അത് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനിന്റെ മധുരമുണ്ട്, മധുരം അനുഭവിക്കാൻ കഴിയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒന്നെന്താണ്? ഒന്നായി യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ,
അള്ളാഹുവും റസൂലും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടവരാവുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹിന്റെ ഇഷ്ടം റസൂലിന്റെ ഇഷ്ടം നോക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്കിഷ്ടമാണ്. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, റസൂലിനെ കാണിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, നമ്മളത് പാടെ ഒഴിവാക്കുന്നു. അങ്ങനെ അള്ളാഹുവിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇഷ്ടമുള്ളത് കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി മാറുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇഷ്ടങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിലക്കാവും. അത് ഈമാന്റെ ഒരു ടോപ്പ് ലെവലായിട്ടാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് അവിടെയൊക്കെയാണ് എത്തേണ്ടത്. രണ്ടാമത് പറഞ്ഞു അള്ളാഹുവിന് വേണ്ടിയല്ലാതെ വേറെ ആരെയും ഇഷ്ടപ്പെടാതിരിക്കുക. നാട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ കപടതയോടുകൂടി, പലതരം താല്പര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ പലരെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നൈമിഷികമായി, താൽക്കാലികമായി. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ വേറെ ആരെയും ആ നിലയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. നമ്മുടെ ദീനിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ഈ ദീനിയായ ഇഷ്ടങ്ങൾക്കുമൊക്കെ നമ്മെ സഹായിക്കുകയും നമുക്ക് ഗുണകരമാവുകയും ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്കത് കിട്ടുക. അത്തരം ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുക. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കുക. മറ്റൊന്ന് പറഞ്ഞു, നരകത്തിൽ എറിയപ്പെടുന്നതിനെ വെറുക്കും പോലെ കുഫറിലേക്ക് മടങ്ങുന്നതിനെ വെറുക്കുക എന്നതാണ്. അങ്ങനെയുള്ള ആളാവുക. നരകം ആർക്കും ഇഷ്ടമുണ്ടാവില്ല. നരകത്തിലെ എങ്ങനെയാണോ നമ്മൾ വെറുക്കുന്നത്, ഭയപ്പാടോടുകൂടി കാണുന്നത്, ആ രീതിയിൽ ഇസ്ലാമിനെയും ഈമാനിനെയും തകർക്കുന്ന കുഫറിനെ വെറുക്കാൻ കഴിയാന്നുള്ളതാണ്. അപ്പൊ കുഫറിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാവും. ദീൻ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ കാഴ്ചക്ക് മുമ്പിൽ വരുന്നതുണ്ടാവും, നമ്മുടെ നാവിന്റെ രുചിക്കനുസരിച്ച് വരുന്നതുണ്ടാവും, നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മുടെ മുമ്പിൽ വരുന്നതുണ്ടാവും, നമ്മുടെ യാത്രകളിൽ, കുടുംബങ്ങളിൽ, സ്വകാര്യതകളിൽ, പരസ്യങ്ങളിൽ ഒക്കെ വരുന്നതുണ്ടാവും. അവിടെയൊക്കെ നമ്മുടെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് അതിനെ ഭയപ്പെടുകയും അത്തരം തിന്മകളെ വെറുക്കുകയും ചെയ്യാൻ കഴിയും. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത തിന്മകളെ വെറുക്കാൻ നമുക്ക് കഴിയണം. അത് ഈമാനിന്റെ ഒരു ഹലാവത്തുള്ളവർക്ക് സാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമുക്കൊരു അനുഭവം ഉണ്ടായി, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പൊ ആ എക്സ്പീരിയൻസ് നമുക്ക് ഭയങ്കര ആസ്വദിച്ചാണ് നമ്മൾ അതിനെ സ്വീകരിക്കുന്നത്. നമുക്ക് അത്തരത്തിലുള്ള നല്ല ഭക്ഷണം കഴിക്കണമാവാം, നല്ല ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടുന്നതാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല ഒരു നിഅമത്ത് വന്നതാകാം. അത് നമ്മൾക്കത് അനുഭവിച്ചത് വളരെ ആസ്വാദ്യകരമായിട്ടാണ്. ഒരു രുചികരമായ ഭക്ഷണം കഴിക്കണ പോലെ, അല്ലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ഒരു പ്രഭ ചെറിയ പോലെ ചിലത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഒരു ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിന്റെ ചെറിയ പല്ലുകൾ വെളുക്കത്ത് കാണിച്ചുകൊണ്ട് പുഞ്ചിരിക്കുമ്പോണ്ടാണ് നമുക്കൊരു മനസ്സിന് തുറവുണ്ടാവും. എത്ര ലളിതമായാണ് അതുണ്ടാകുന്നത്. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വീഴുന്നത് പോലെ അത്ര ലളിതമായി ചിലത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് ആസ്വദിച്ച് രുചിയുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ ആശയങ്ങൾക്കൊക്കെ ആസ്വാദനങ്ങൾ ഉണ്ടാവും. ചില ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുളിര് കൊള്ളും, ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ പുളകുമ്പോൾ ചിലപ്പോൾ നമ്മളത് ചിന്തിപ്പിക്കും. ഇതൊക്കെ വാക്കുകൾക്കും ചിന്തകൾക്കും ആശയങ്ങൾക്കും ഒക്കെ ഒരു മധുരം, ഒരു ആസ്വാദനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഭക്ഷണത്തിന് രുചി അനുഭവപ്പെടുന്നത് പോലെ തന്നെ സത്യവിശ്വാസത്തിന്, സത്യസന്ധതയ്ക്ക്, സൽക്കർമ്മങ്ങൾക്ക് ഒക്കെ ഒരു തരത്തിലുള്ള സ്പിരിച്വാലിറ്റി, ഒരു മനസ്സിന്റെ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ചില സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ, സ്വകാര്യമായി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടായി വന്നൊരു മനുഷ്യനെ നമ്മൾ പണം കൊടുത്ത് സഹായിച്ചു, അല്ലെങ്കിൽ ഒരു ചുമടുമായി വന്നൊരു മനുഷ്യനെ നമ്മളൊന്നത് തലയിൽ വെക്കാൻ സഹായിച്ചു, അല്ലെങ്കിൽ വഴിയോരത്ത് പ്രയാസപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ലിഫ്റ്റ് കൊടുത്തു, ഒരു പാവപ്പെട്ട രോഗിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു, അയാൾക്ക് മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത നമ്മൾ അതിന് സഹായിച്ചു. ഇങ്ങനെ പല നിലക്കും നമ്മൾ വളരെ സ്വകാര്യമായി ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഒരു സുഖമുണ്ട്. കിട്ടണമെങ്കിൽ ചെയ്തവർക്ക് അറിയുള്ളൂ. അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ പ്രവർത്തനം കഴിഞ്ഞാലും മനസ്സിനെ അതിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്കത് വീണ്ടും മോട്ടിവേഷൻ ആയിരിക്കും. നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ സ്വയം മനസ്സിനെ അഭിനന്ദിക്കും, നന്നായി തോന്നും. അത് നമുക്കൊരു മധുരം അനുഭവിക്കുന്ന തരത്തിലേക്കായി മാറും. അങ്ങനെ സൽക്കർമ്മങ്ങളുടെ രുചി അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ?
സത്യവിശ്വാസത്തിന്റെ ഈമാനിന്റെ രുചി അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സത്യം പറഞ്ഞതിന്റെ രുചി അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സത്യത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ അതിന്റെ ഒരു ആസ്വാദനം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ദീനിന്റെ ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ സ്വന്തങ്ങളെക്കാൾ താല്പര്യങ്ങളെക്കാളൊക്കെ ഏറെ, സ്വന്തം താല്പര്യങ്ങളെക്കാളൊക്കെ അപ്പുറത്ത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടങ്ങൾ വിലപ്പെട്ടതാകുമ്പോഴാണ് കഴിയുക. അങ്ങനെ നമുക്ക് അള്ളാഹു റസൂലിനെയും സ്നേഹിക്കാൻ കഴിയണം. ഹുബ്ബുല്ലാഹ് എന്ന് പറയുന്നത് അതാണ്. മഹബ്ബത്തുർ റസൂൽ, റസൂലിനോടുള്ള ഹുബ്ബ്, സ്നേഹം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുക. ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടോ, അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിൻപറ്റണം. ഞാൻ പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചത്, ഞാൻ ചെയ്യാൻ പറഞ്ഞത്, എനിക്കിഷ്ടമുള്ളത്, ദീനിനെ കാര്യങ്ങൾ ഇതൊക്കെയാണ് പഠിപ്പിച്ചത്, അതൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുക, എന്നെ ഫോളോ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാം. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, ആ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. അള്ളാഹ് എല്ലാ പാപങ്ങളും പുറത്തു തരാൻ കഴിയുന്നവനാണ്, കരുണാവാരിധിയാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശേഷം അള്ളാഹ് ഒന്നുകൂടി ഗൗരവത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഖുൽ, നബിയെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കൂ, അത്തിയുല്ലാഹ വറസൂൽ, അള്ളാഹുവിനെ അനുസരിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി അനുസരിച്ച് പോകാനും പഠിപ്പിക്കുകയാണ്. ഫൈൻ തവല്ലൗ, നിങ്ങൾ അതിന് റെഡിയല്ലേ? അള്ളാഹ് പറഞ്ഞൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് നേരല്ലേ? അള്ളാഹ് വിലക്കിയൊന്നും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണില്ലേ? റസൂലുള്ളാഹിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നില്ലേ? റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ ദുനിയാവിന്റെ ചില ആസ്വാദനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്. ഫൈൻ തവല്ലൗ, നിങ്ങൾ അതിനൊക്കെ പിന്തിരിഞ്ഞു പോവാണ്, പുറകോട്ട് പോകാനാണോ നിങ്ങളുടെ ഭാവം? ഫൈനല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അങ്ങനെ കുഫർ ജീവിതത്തിൽ സ്വീകരിച്ച്, ധിക്കാരം ജീവിതത്തിൽ സ്വീകരിച്ചു പോകുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ ഒരാളോടുള്ള ഇഷ്ടം നമ്മൾ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാന്നുള്ള, അത് സ്വീകരിച്ച് അതുപോലെ അനുസരിക്കാൻ കഴിയാന്നുള്ള. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലൗ കാന ഹുബ്ബുക സാദിഖൻ ലാ തഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഒരാളോടുള്ള ഇഷ്ടം നമുക്കുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ അയാളെ പിൻപറ്റാൻ നമുക്ക് കഴിയണം. അയാൾ പറയുന്ന നല്ല കാര്യങ്ങളെ അത് പിൻപറ്റി അനുസരിച്ച് ജീവിക്കാൻ കൂടി നമുക്ക് കഴിയണം. റസൂലുള്ളാഹിനോടുള്ള നമ്മുടെ ഇഷ്ടം എങ്ങനെയാണ്? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇഷ്ടമാണ്. പറച്ചിലോട്ട് മാത്രം പോരാനുള്ള, അത് നമ്മുടെ പ്രവർത്തനത്തിൽ കാണേണ്ടതുണ്ട് എന്നാണ് ഈ വചനങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതം അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് ക്രമീകരിക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനനുസരിച്ച് ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മൾ അള്ളാഹു വിശ്വസിച്ചതിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുള്ളതാണ്. അത് നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് മറികടക്കാൻ നമ്മളെ പരിപോഷിപ്പിക്കുന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിത്തു ബിഹി എന്നാണ്. നിങ്ങളിൽ ഒരാളുടെ ഇഷ്ടങ്ങൾ, നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളുള്ള ആൾക്കാരാണ്, അത് ഞാൻ കൊണ്ടുവന്നതിനോട്, റസൂൽ പറയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നതിനോട് യോജിക്കുന്നതാകുന്നതുവരെ ലാ യുമിനു അഹദുക്കും, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകുന്നില്ല എന്നാണ് കൃത്യം റസൂൽ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ അനുഭവം കിട്ടണമെങ്കിൽ, ഇതൊരു ആസ്വാദനമായിട്ട് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ റസൂലുള്ളാഹിയും അതുപോലെ തന്നെ അള്ളാഹുവൊക്കെ നമുക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതായി മാറുമ്പോഴാണ് നമുക്ക് അതിന് സാധ്യമാവുക എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ നമ്മൾ ചെയ്യണതൊക്കെ? അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ളതാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം? അതല്ല അള്ളാഹുവിന് വെറുപ്പുള്ളതാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും നമുക്ക് തന്നെ വെറുപ്പോ അതൃപ്തിയുള്ള കാര്യമായിരിക്കും. പക്ഷെ ചിലപ്പോൾ ചില നേരത്തെ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെയും ഈ റസൂലുള്ളാഹിക്ക് വെറുക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. എന്തിന്? ഇത്തരം വെറുക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ. അങ്ങനെ നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ പോയാൽ എന്തായിപ്പോഴും ദീന് ദുസ്സഹമായി പോകും. അല്ലെങ്കിലോ ദീന് തന്നെ നമുക്ക് മധുരമുള്ളതായി മാറും. റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവർ,
അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവർ, അള്ളാഹുവിന് വേണ്ടി അനിഷ്ടം വാങ്ങുന്നവർ, അള്ളാഹുവിന് വേണ്ടി നൽകുന്നവർ, അള്ളാഹുവിന് വേണ്ടി ചിലതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നവർ, തടയുന്നവർ, അവർ ഈമാൻ പൂർത്തീകരിക്കപ്പെട്ടവരാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മളെ തന്നെ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതം, പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഇപ്പോഴത്തെ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ കൺസെപ്റ്റുകളൊക്കെ മാറി വരികയാണ്. കുടുംബജീവിതമൊക്കെ വളരെ ദുസ്സഹമാണ് എന്ന് ആളുകൾ വിചാരിക്കുന്ന ഒരു കാലത്താണ്. യുവാക്കൾ, യുവതികൾ കല്യാണം വേണ്ട എന്ന് പറയാം. എന്തുകൊണ്ടായിരിക്കും? കുടുംബജീവിതം അവിടെ ആസ്വാദികരമാകുന്നില്ല എന്നത് അവർക്ക് തോന്നുകയാണ്. ദീനും അങ്ങനെ തന്നെയാണ്. ദീനെപ്പോഴാണ് മോശമാണെന്നാക്കിയ നമ്മുടെ ജീവിതം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വർത്തമാനങ്ങൾ, നമ്മുടെ സഹവാസം, അതൊക്കെ ആളുകൾക്ക് നല്ല രീതിയിൽ അനുഭവിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ആൾ വിചാരിക്കുന്നത് ഇയാൾ ഇസ്ലാം സ്വീകരിച്ച ആളാണ്, മുസ്ലിമാണ്, ഇതൊക്കെയാണ് മുസ്ലിങ്ങളുടെ സ്വഭാവം എന്ന് തെറ്റിദ്ധരിച്ചാൽ ആളുകൾക്ക് ഇതിന്റെ ആസ്വാദനം കിട്ടാതെ പോകും. കുടുംബജീവിതത്തിലൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടവും സ്നേഹവും ആസ്വാദനമൊക്കെ തരുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം. ഭംഗിയും മധുരവും ആസ്വാദനവും ഒക്കെ ആവുന്നത് എപ്പോഴാണ്? അള്ളാഹ് പറഞ്ഞ പ്രകാരം നമ്മൾ കുടുംബ രംഗത്തൊക്കെ ജീവിക്കുമ്പോഴാണ്. ഭർത്താക്കന്മാർ, പുരുഷന്മാർ, സ്ത്രീകൾ, മക്കൾ, മാതാപിതാക്കൾ എല്ലാവരും അല്ലാഹു തആല പറഞ്ഞതുപോലെ കുടുംബജീവിതത്തിൽ ഇടപെടുകയാണ് എങ്കിൽ അവിടെ മധുരം ഉണ്ടാവും. അല്ലേ പ്രശ്നങ്ങളായിരിക്കും, സങ്കീർണതകളായിരിക്കും. കുടുംബജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ വർത്താനം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്, നമ്മുടെ പെരുമാറ്റം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്, നമ്മുടെ സാമ്പത്തികമായ വരവും ചെലവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഹറാമുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്കാവുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്ന എത്രയേറെ ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, കുടുംബരംഗത്ത് അനുഭവിക്കുന്ന സങ്കീർണതകളെ കുറിച്ചാണ്. പതിനായിരക്കണക്കിന് നല്ല നല്ല ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ടാവും. പക്ഷേ ഇത്തരം മോശം വാർത്തകളാണ് പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുക. വളർന്നു വരുന്ന കുട്ടികൾ പലപ്പോഴും കുടുംബജീവിതം ഒരു വല്ലാത്ത ഒരു ഇടങ്ങേറ് പിടിച്ചതാണ് എന്ന് ചിന്തിക്കാൻ, എന്നിട്ട് പഠിപ്പ് കഴിയട്ടെ, കൊണ്ട് കഴിയട്ടെ, ജോലി കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് പല തടസ്സവാദങ്ങൾ ഉന്നയിച്ചങ്ങനെ മുന്നോട്ട് പോവാണ്. പക്ഷെ അവർക്ക് മനസ്സിനൊരു യഖീൻ വരുന്നില്ല. അവർ കാണുന്നതൊക്കെ പ്രയാസമുള്ളൊരു ലോകമാണ് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വാപ്പയും ഉമ്മയും അങ്ങനെയാണ് കഴിയുന്നത് എങ്കിൽ മക്കൾക്ക് വിവാഹത്തോട് താല്പര്യം ഉണ്ടാവില്ല. വിവാഹം ഒരു ഇടങ്ങേറ് പിടിച്ച പണിയാണെന്ന് തോന്നും. ഉമ്മയുടെ കഷ്ടപ്പാടും സങ്കടങ്ങളും കരച്ചിലൊക്കെ ഒരു കുട്ടി, വളർന്നു വരുന്ന കുട്ടികൾ അനുഭവിക്കുകയാണെങ്കിൽ എന്തിനാ ജീവിതം ചിന്തിക്കും. ബാപ്പ മാനസികമായി സംഘർഷവും പ്രയാസവും കുടുംബത്തിൽ അനുഭവിക്കുകയാണ് മക്കൾ കാണുന്നതെങ്കിൽ അവർക്ക് ഇതിനോട് താല്പര്യമില്ലാതെ പോകും. നമ്മുടെ അന്തരീക്ഷം നമ്മൾ നന്നാക്കുക എന്നുള്ളതാണ്. പുതിയ നവദമ്പതിമാരുടെ ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, കുടുംബ പീഡനങ്ങൾ, ഒന്നിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അവിഹിത വാർത്തകൾ ഒക്കെ നമ്മൾ കേൾക്കുകയാണ്. വിവാഹം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിതമാണ്. യുവതികൾ, യുവാക്കളൊക്കെ ഇത് പുറകോട്ട് പോവാൻ, വിവാഹം സുരക്ഷിതമല്ല എന്ന് അവർക്ക് തോന്നുകയാണ്. ഒരു തരത്തിലുള്ള ബിസിനസ്സാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കാൻ. അപ്പൊ ഇതിലൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ആ കുടുംബരംഗം ദുസ്സഹമാവും. അവിടെ മധുരം അനുഭവിക്കാൻ കഴിയാതെ പോകും. കുടുംബജീവിതം ദുസ്സഹമാണ്. എങ്ങനെയാണ്? വ്യഭിചാരത്തിലേക്ക് മനുഷ്യർ പോകും. അത് വളരെ മ്ലേച്ഛമാണ്, മോശമാണെന്ന് അറിയാത്തവരുണ്ടോ? കണ്ണുകൊണ്ട് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങളുടെ കൈകാലുകൾ കൊണ്ട് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ലൈംഗികാവയം കൊണ്ട് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. നാവ് കൊണ്ട് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. കാതുകൊണ്ട് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. ആളുകൾ വിചാരിക്കും സിന എന്ന് പറഞ്ഞാൽ ലൈംഗികമായ തരത്തിലുള്ള ഒരു ബന്ധപ്പെടൽ സംഭവിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ, ലൈംഗികമായ കൃഷ്ണങ്ങൾ, ആസ്വാദനങ്ങൾ അനുഭവിക്കുന്നവർ, നാവ് കൊണ്ട് വർത്തമാനം പറഞ്ഞ് അതിൻ്റെ രസം അനുഭവിക്കുന്നവർ, ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളും കാഴ്ചകളും കേട്ടുകൊണ്ട് അതിൻ്റെ ആസ്വാദനം പൂർത്തീകരിക്കുന്നവർ, സ്പർശനം കൊണ്ട് ഹറാമായ അതുപോലെയുള്ള ദർശനവും സ്പർശനം കൊണ്ടൊക്കെ ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്നവർ, എങ്ങനെ നമുക്ക് ഈമാന്റെ മധുരം കിട്ടാം, ആസ്വദിക്കാൻ കഴിയും? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതൊന്നും, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ആസ്വാദനം കിട്ടുക? വ്യക്തിപരമായി കിട്ടൂല. കുടുംബരംഗത്താവുമ്പോ അവിടെ പരാജയപ്പെടും. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, നമ്മുടെ ലൈംഗിക വിചാരങ്ങൾ വിശുദ്ധമാകണം എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്.
32 വയസ്സുള്ള കൊല്ലം ജില്ലയിലെ ഒരു പെൺകുട്ടി ഒരു വയസ്സായ ഒരു കുട്ടിയോടൊപ്പം ഷാർജയിൽ മരണപ്പെട്ട് കിടക്കുന്ന വാർത്ത നമ്മൾ വായിച്ചു. ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ, കുടുംബാംഗങ്ങൾ അതിക്രൂരമായി മർദ്ദിച്ചതിന്റെ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ. അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറത്ത് 25 വയസ്സുള്ള ഒരു കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ മുസ്ലിം കുടുംബങ്ങളിലേക്ക് ഇതൊക്കെ കടന്നു വരികയാണ്. അതുല്യ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽ 29 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. കുടുംബമാണ് പ്രതി. ഭർത്താക്കന്മാരുടെ മോശമായ സമീപനം കൊണ്ടാണ്. സ്ത്രീകളിലും കാണാൻ പറ്റും. കൂടത്തായി നമ്മൾ കണ്ടതാണ്. ജ്യൂസിലും കഷായത്തിലുമൊക്കെ വിഷം കലർത്തി മനുഷ്യരെ കൊല്ലുന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ദുസ്സഹമായ അവസ്ഥകൾ ഉണ്ടാകും. മുസ്ലിം കുടുംബങ്ങളിലേക്ക് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടന്നു വരുന്നു. കുടുംബരംഗത്ത് നമ്മൾ പാലിക്കേണ്ട ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദുസ്സഹമാവും. ദീനിന്റെയോ കുടുംബജീവിതത്തിന്റെയോ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മധുരം ആസ്വാദനം നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അല്ലാഹു പറഞ്ഞല്ലോ, അള്ളാഹു പറഞ്ഞ പ്രകാരം നിങ്ങൾ ജീവിച്ചാൽ അള്ളാഹു വാക്ക് പാലിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് എന്താണോ വേണ്ടത് അത് അള്ളാഹു തആല തിരിച്ചു നൽകുമെന്നാണ്. അത്തരക്കാർക്കൊക്കെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടാവും ഈ മധുരം. അത് കിട്ടാത്തവർ ഒന്നുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണ്. മധുരം അനുഭവിക്കാൻ കഴിയാത്ത ഈമാൻ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്നുള്ളതാണ്. മധുരം അനുഭവിക്കാൻ കഴിയാത്ത നമ്മുടെ ഈമാൻ കൊണ്ട് ഗുണമില്ലാതെ പോകുന്നുള്ളതാണ്. അങ്ങനെ ഈ ജീവിതം അങ്ങനെ ദുസ്സഹമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ല. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി മാറി ചിന്തിച്ചും നമ്മളെ തന്നെ കൂടുതൽ പരിശോധിച്ചും കൂടുതൽ പരിശീലിപ്പിച്ചുമൊക്കെ ദീനിന്റെ മാർഗത്തിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും കുടുംബത്തെയും ഒക്കെ ചേർത്ത് പിടിച്ചാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.